السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജിദ്ദയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന അവസരത്തിലാണ് നമ്മളുള്ളത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ നേരം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരങ്ങളിലൊക്കെ ശ്രവിച്ച് വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിലും സമയം വളരെ വൈകി എന്നുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിലുമൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രവാസികളായ കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കുന്നുണ്ട്. കുടുംബങ്ങൾ നാട്ടിലുള്ളവരായി ഇവിടെ പ്രവാസ ജീവിതത്തിൽ കഴിയുന്ന ആളുകളുമുണ്ട്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കഴിഞ്ഞ സംസാരങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുത്ത ഏടുകൾ, അതേപോലെ തന്നെ കുടുംബത്തിനുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത്, സംതൃപ്തമായൊരു കുടുംബജീവിതം അസാധ്യമൊന്നുമല്ല, അതൊക്കെ പ്രായോഗികമാണ്, സാധ്യമാണ് എന്ന കൃത്യമായ വിലയിരുത്തൽ, കുടുംബം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഏത് പ്രശ്നങ്ങളുടെയും നിമിത്തം എവിടെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അതിലാണുള്ളത്. വിശ്വാസ വിശുദ്ധിയിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യന് സംതൃപ്തമായൊരു ജീവിതം അവന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി കുടുംബമൊന്നുമില്ലാതെ ഒറ്റക്കുള്ളൊരു മനുഷ്യനാണെങ്കിലും, കുടുംബത്തോടൊപ്പം കഴിയുന്നവനാണെങ്കിലും ആരാവട്ടെ, തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച് തനിക്ക് വേണ്ടതെല്ലാം അതേ സമയത്ത് നൽകി തന്നെ പരിപാലിച്ചു പോറ്റുന്ന റബ്ബ് എന്നെ സദാ നിരീക്ഷിക്കുന്നു, എന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ ഞാൻ അറിയും മുമ്പ് അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന മനസ്സമാധാനത്തിൻ്റെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ആരുടെ കൂടെയുണ്ടോ, അവൻ ഒറ്റക്കാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അവൻ്റെ മനസ്സ് സംതൃപ്തമായിരിക്കും. അത് ശാന്തിയുടെ വിളനിലമായിരിക്കും.
അത് നഷ്ടപ്പെട്ടവർക്ക് ഒറ്റക്കാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും അവനൊരിക്കലും സ്വസ്ഥതയുണ്ടാവുകയില്ല. ഇതും പറഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലുള്ള നമ്മുടെ സമ്മേളനത്തിന്റെ പരിപൂർണമായ സമാപനത്തിലെത്തും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും വലിയ മോഹം എന്താണ്? ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായെങ്കിൽ, എൻ്റെ മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ. ഒരു നല്ല കാഴ്ച കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കുടുംബമൊക്കെ കണ്ടിരുന്നെങ്കിൽ. ദുന്യാവിൻ്റെ കേവലം ചില ഭക്ഷണങ്ങളും സൗകര്യങ്ങളും കാഴ്ചകളെ കുറിച്ചുമുള്ള നമ്മളെ കാഴ്ചപ്പാടാണത്. അതേ അവസരത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആനന്ദത്തിന്റെ ശബ്ദവീചികൾ, ഒരു നാവും ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത ഭക്ഷണ പാനീയങ്ങളുടെ ഏറ്റവും വലിയ കേദാരമായിട്ടുള്ള സ്വർഗം, മനുഷ്യ മനസ്സുകളിൽ ചിന്തിക്കാൻ പോലും ആകാത്ത സുഖങ്ങളുടേതായ ലോകം, അവിടേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഭാര്യ എവിടെ, എൻ്റെ ഭർത്താവ് എവിടെ, എൻ്റെ മക്കളെവിടെ, എൻ്റെ ബാപ്പ എവിടെ, എൻ്റെ ഉമ്മ എവിടെ എന്ന് മോഹിക്കുന്ന, അതാഗ്രഹിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും വരാനിരിക്കുന്നു. അതിന് അവിടെ എത്തിയിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സ്വർഗം കാണുമ്പോൾ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഇവരൊക്കെ ഇല്ലല്ലോ എന്ന് അവിടെ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ വിലാപത്തിന് പകരം ഇവിടെ ജീവിച്ച് തീർക്കുന്ന നമ്മളോട് റഹ്മാനായ റബ്ബ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ വേണോ? മാതാപിതാക്കൾ വേണോ? ബന്ധുക്കൾ വേണോ? എല്ലാവരും ആശിക്കുന്നവരൊക്കെ കൂടെ വേണോ? സൂറത്തു തൂറിലെ 21-ാമത്തെ സൂക്തം, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. എന്താ അതിൽ പറയുന്ന ആശയം? തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരാനന്ദം അവിടെ മക്കളെ, ആ മക്കളിലൂടെ പരലോകത്ത് റബ്ബ് അവർക്ക് കൊടുക്കുന്നൊരു പ്രത്യേകമായ ബഹുമതി, ഒരു സന്തോഷം, അതല്ലെങ്കിൽ കൂട്ടുകുടുംബമായി കൊണ്ട് സ്വർഗത്തിലെത്തുവാനുള്ള ഒരു സൗകര്യത്തിനുള്ള നിമിത്തം, അതിൻ്റെ കാരണം, അതാണ് അവിടെ ചുരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഒരു സംതൃപ്ത കുടുംബമായി തീരണമെങ്കിൽ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായതുകൊണ്ടായില്ല. നമുക്ക് നമ്മുടെ മരണശേഷം കൂടെ എല്ലാവരും കൂടെ സ്വർഗത്തിലെത്തണം, എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലുണ്ടാകണം. അതിനെന്ത് വേണം? ഓരോ മനുഷ്യനും ആദ്യമുണ്ടായിരിക്കേണ്ടത് ഈമാനാണ്. അവന്റെ വിശ്വാസം ശരിയാവണം. വിശ്വാസ വിശുദ്ധിയാണ് ഏതിൻ്റെയും അടിത്തറ. അത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർക്കുണ്ടായാൽ പോരാ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിൽ എത്ര മെമ്പർമാരുണ്ടോ അവർക്കെല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ് പറയാൻ പോകുന്നത്. വിശ്വാസ വിശുദ്ധി വേണം, കർമ്മവിശുദ്ധി വേണം, സ്വഭാവശുദ്ധി വേണം, സാമ്പത്തിക ശുദ്ധി വേണം, ധാർമ്മികമായ ശുദ്ധി വേണം, ലൈംഗിക ശുദ്ധി വേണം. എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധി എല്ലാവർക്കും വേണം. അത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്കുണ്ടായാൽ മറ്റുള്ളവർ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഇസ്ലാമിലില്ല. നമ്മൾ ചിന്തിക്കണം. അതാണ് നമുക്ക് ചരിത്രത്തിലൂടെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നത്. തീർച്ചയായും ഒരു മനുഷ്യന് അവൻ സമ്പാദിച്ചതെന്തോ അവൻ അധ്വാനിച്ചതെന്തോ അതല്ലാതെ ഇല്ല. എൻ്റെ അധ്വാനമാണ് ഞാൻ കാണുക, എനിക്ക് അതാണ് അവകാശപ്പെട്ടത്. എൻ്റെ നന്മയുടെ ത്രാസ് കനം തൂങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. നമുക്കൊക്കെ സുപരിചിതമായ ആയത്തുകൾ
ആരുടെ ത്രാസ് കനം തൂങ്ങിയോ ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനാണ് സംതൃപ്തമായ ജീവിതം സ്വർഗത്തിലുള്ളത്. മറ്റാരുടേതെങ്കിലും കനം തൂങ്ങിയെങ്കിൽ ആ കെയർ ഓഫിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല, മറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഈമാനികമായ കനമുണ്ടാകണം, ഈമാനികമായ വിശുദ്ധി കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകണം. 950 കൊല്ലത്തോളം ലോകത്ത് ദഅവത്ത് നടത്തിയ മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിനുണ്ടായ സങ്കടമായിരുന്നു സ്വന്തം മകൻ ഈ മാർഗത്തിൽ ഉണ്ടായില്ല. കാഫിറായ മകൻ ചത്തുപോകുന്നത്, മരിച്ചു പോകുന്നത് കാണാനായിരുന്നു നിയോഗം. മോനോട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ, എന്റെ കുഞ്ഞുമോനെ, വളരെ സ്നേഹത്തോടെ അവസാന സമയത്തും പറഞ്ഞു നോക്കി, കുഞ്ഞുമോനെ ഈ കപ്പലിൽ കയറിക്കോ, നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞു നോക്കി. പക്ഷേ ആ മകൻ അപ്പോഴും നെഗളിപ്പിന്റെ, അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് പറഞ്ഞത്. ആ സമയത്തവൻ പറഞ്ഞത് വലിയൊരു പർവ്വതത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അവിടേക്ക് കയറി രക്ഷപ്പെട്ടുകൊള്ളാം, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ റബ്ബിനെ കൊണ്ട് അവിടെയൊന്നും വെള്ളമെത്തിച്ച് എന്നെ നശിപ്പിക്കാനാവില്ല. ആ സമയത്തും കൊടുത്ത മറുപടി, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്, കൽപ്പനയുടെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥനായ റഹ്മാനായ റബ്ബിന്റെ തീരുമാനത്തിൽ നിന്ന് കുതറി മാറുവാനോ രക്ഷപ്പെടുവാനോ രക്ഷപ്പെടുത്തുവാനോ ഒരാളുമില്ല എന്ന കൃത്യമായ പാഠം അവിടെയും പകർന്നു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ അങ്ങനെയായിപ്പോയി. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കിടപ്പറ പങ്കിട്ട ഭാര്യയും അങ്ങനെ തന്നെയായിപ്പോയി. മഹാനായ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിപ്പോയി. ഞാൻ സുദീർഘമായി പറയുന്നില്ല. ഖുർആൻ പറഞ്ഞത് ലൂത്ത് നബിയുടെയും നോഹ് നബിയുടെയും രണ്ടാളുടെയും ഭാര്യമാര് നബിമാരാണ്, ഭർത്താക്കൾ എന്ന കെയർ ഓഫിൽ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. മറിച്ച് പറയപ്പെട്ടത് വഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ, കടന്നോ പെണ്ണുങ്ങളെ, നിങ്ങൾ രണ്ടാളും നരകത്തിലേക്ക് കടന്നോ. പ്രവാചകന്മാരുടെ ഭാര്യമാര്, ഞങ്ങളുടെ പുതിയാപ്പള എന്റെ ഭർത്താവ് നബിയാ, എനിക്കവിടെ രക്ഷപ്പെടാൻ പറ്റും ഇല്ല. ഓരോരുത്തരും കുടുംബ സദസ്സാണിത് ഞാൻ പറയുന്നു. ഓരോരുത്തരും ആലോചിക്ക്, എനിക്ക് വേണോ എന്റെ ഈമാൻ ഞാൻ ശരിയാക്കിക്കൊള്ളണം. അവിടെ ബാപ്പയെ മകന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, അതേപോലെ തന്നെ മകന് ബാപ്പയെ രക്ഷപ്പെടുത്താനുമാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മഹാനായ ആദർശ പിതാവ് ആരായിരുന്നു? ആസറായിരുന്നു. അതേ വിഗ്രഹത്തിന്റെ ഹോൾസെയിൽ വ്യാപാരിയാണ്, ശിർക്കിന്റെ കൃത്യമായ പ്രചാരകനാണ്, പ്രബോധകനാണ്. വളരെ താണുകേട് ബാപ്പയോട് പറയുന്ന രംഗം സൂറത്ത് മറിയമിൽ വളരെ കൃത്യവും വ്യക്തവുമായ ശൈലിയിൽ 4 പ്രാവശ്യം അള്ള പറയുന്നുണ്ട്, യാ അബത്തി, എന്റെ പൊന്നു ഉപ്പാ. പറഞ്ഞ ശൈലിയിൽ ഒരു മോശവുമില്ല, അത്രയും സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ നിന്റെ ആദർശം നിന്റെ പാട്ടിൽ നീ കൊണ്ട് നടന്നാൽ മതി, ഇതിനി എന്റെ മുമ്പിൽ വിളമ്പിയാൽ നിന്നെ എറിഞ്ഞു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി പുറത്താക്കുന്നു. പരലോകത്തെന്താ സംഭവിക്കാന്നറിയോ? ഈ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന അള്ളാന്റെ ഖലീൽ എന്ന് നമ്മൾ വിശ്വസിക്കൽ അനിവാര്യമായ മഹാനായ പിതാവ് അല്ലെങ്കിൽ മഹാനായ മകൻ നോക്കി നിൽക്കേ ബാപ്പയെ വികൃതമായ ഒരു മൃഗത്തിന്റെ കോലത്തിൽ, നികൃഷ്ടമായ ഒരു ജീവിയാക്കി അതിന്റെ കോലം മാറ്റിയിട്ട് നരകത്തിയിലേക്കങ്ങ് എറിയുന്ന കാഴ്ചയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണേണ്ടി വരുന്നത്. എന്താർത്ഥം? കുടുംബങ്ങളെ, മക്കൾ ഉഷാറാണ്, ഞങ്ങളിപ്പോ എങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി, മക്കളൊക്കെ ഇപ്പൊ ഞങ്ങൾ പഠിപ്പിച്ച് ഒരുവിധമൊക്കെ അവർ നല്ല നിലക്ക് പോകുന്നുണ്ട്. ഒരു ബാപ്പയും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, ഒരു ഉമ്മയും വിചാരിക്കണ്ട എന്റെ മകന്റെ കെയർ ഓഫിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് ഒരു ബാപ്പയും വിചാരിക്കണ്ട. അവിടെയൊക്കെ ഈമാൻ എന്ന അടിത്തറ ഉണ്ടെങ്കിൽ മസ്അല വേറെയാണ്. ഞാൻ അങ്ങോട്ട് വേറെ വരുന്നുണ്ട്. ഈമാനികമായി വിശ്വാസത്തിന്റെ ധാരയിൽ അവരുണ്ടെങ്കിൽ റബ്ബ് ചില ബഹുമതികളൊക്കെ കൊടുക്കുമെന്നുള്ളത് വേറെ വിഷയമാണ്. മറിച്ച് ഈമാനികമായ ആ കൃത്യമായ ആ ഒരു തറവാട്ടിലേക്ക്, ആ ഒരു കൃത്യമായ മേഖലയിലേക്ക്
ഓരോരുത്തരും കടന്നു വന്നാൽ മാത്രമേ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ ഫിർഔനിന്റെ ഭാര്യയാണ്. ആ ഫിർഔനിന്റെ ഭാര്യ അവര് റബ്ബിനോട് തേടിയവരാണ്, റബ്ബേ നീ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണം, നിന്റെ സമീപത്ത് എനിക്കൊരു വീട് തരണം എന്ന് പ്രാർത്ഥിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഭർത്താവ് ഫറോവയാണ്. ഫറോവ രക്ഷപ്പെട്ടോ? ഫറോവക്ക് രക്ഷപ്പെടാൻ കഴിയോ? കഴിയില്ല. ഭാര്യ നല്ലവളാണ്, അവള് നല്ല ഉഷാറാണ്, അവള് നല്ല തഖ്വയുള്ള പെണ്ണാണ്, അവൾ നന്നായി പഠിക്കുന്ന പെണ്ണാണ്, പടച്ചവന ബോധ്യമുള്ള പെണ്ണാണ്, ബോധമുള്ള പെണ്ണാണ്. ഭർത്താക്കന്മാർക്ക് കാര്യമുണ്ടോ? അവരീ മേഖലയിലില്ലയോ? അവരീ മാർഗത്തിലില്ലയോ? ഒരിക്കലും അവിടെ ഒരു പ്രയോജനവും ചെയ്യുവാൻ സാധിക്കില്ല. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ. ഏത് വിധത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആർക്കും ഒരാളുടെ കെയർ ഓഫിലും രക്ഷപ്പെടാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോടടക്കം പറഞ്ഞതെന്താണ്? ഫാത്തിമാൻ ഖിദീ നഫ്സകി മിനന്നാർ, മോളെ നീ നിന്റെ തീയെ നരകത്തീയിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ കാത്തുകൊള്ളണം. ബാപ്പ നബിയാണെന്ന കെയർ ഓഫിൽ നിനക്ക് ഈമാനില്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താനൊന്നും ഈ ബാപ്പാക്ക് പറ്റൂല. എനിക്കവിടെ അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു ബഹുമതിയൊന്നുമില്ല. കുടുംബത്തിലെ മകളോ ബാപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ ഭാര്യയോ മറ്റാരെങ്കിലുമോ ഒക്കെ അവരൊക്കെ ഇസ്ലാമിലില്ല എങ്കിൽ നിങ്ങളുടെ കെയർ ഓഫിൽ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ബഹുമതിയും എനിക്ക് കിട്ടിയിട്ടില്ല. നന്നായിക്കൊള്ളണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈമാനികമായ അവസ്ഥ കുടുംബങ്ങളെ നമ്മൾ ഈ സമ്മേളനം പിരിയുന്നതിൻ്റെ മുമ്പ് ആലോചിക്കുക. ഓരോരുത്തരും ആലോചിക്കുക. ചെറുപ്പകാലം തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 5 നേരം ബാങ്കൽ പറയുന്നുണ്ട്, ഇഖാമത്തുകളിൽ പറയുന്നുണ്ട്, 5 നേരത്തെ നിസ്കാരങ്ങളിൽ പറയുന്നുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളിൽ പറയുന്നുണ്ട്, വുളു എടുത്തു കഴിഞ്ഞാൽ പറയുന്നുണ്ട്. ഏതൊക്കെ എത്രയൊക്കെ ദിവസങ്ങളിൽ എത്രയൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ആ പറയുന്നത്? ആ പറയുന്നതിന്റെ ആശയം എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ഭാര്യക്കുണ്ടോ? ഉമ്മക്കുണ്ടോ? ഉപ്പക്കുണ്ടോ? മക്കൾക്കുണ്ടോ? ബന്ധപ്പെട്ടവർക്കുണ്ടോ? എന്താണ് ഇന്നത്തെ അവസ്ഥ? എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സമുദായം? അതിനെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും പോലും ഭിന്നിപ്പിന്റെ സ്വരമായി കാണുന്നവർ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം അത് തന്നെയാണ്. വിശ്വാസ സംബന്ധമായി ഈമാൻ കാര്യങ്ങളാവട്ടെ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ആദ്യമെണ്ണുന്നത്. ഇസ്ലാം കാര്യങ്ങളാവട്ടെ ഒന്നാമതായി തന്നെ പറയുന്നത് എന്താണ്? 2 ഷഹാദത്ത് കലിമകൾ. ഇന്നിപ്പോ 2 ഷഹാദത്ത് കലിമനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ തന്നെ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 എന്നൊക്കെ 1-ാം ക്ലാസ്സിൽ നിന്ന് ചൊല്ലിക്കേട്ട് പഠിച്ചതല്ലേ. ഇനി എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതെന്നാണ്. പക്ഷേ എവിടെ എത്തി നമ്മൾ അറിയണം. പ്രവാസികളായ ആളുകളുടെ മുമ്പിൽ ഞാനും ഒരു പ്രവാസിയാണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു, രാവിലെ വൈകിട്ട് ഞാൻ തിരിച്ചു വരുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഇത് ചില ആളുകൾ സ്റ്റേജുകളിൽ വെച്ച് അവരായത്തോതുന്നു, ഇവർ മറുപടി പറയുന്നു, ഇവർ ഹദീസ് ഓതുന്നു, അവർ മറുപടി പറയുന്നു. ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള അവരുടെ ചില താല്പര്യങ്ങൾ നിലനിർത്തുവാനുള്ള ചില തർക്കവിതർക്കങ്ങളൊക്കെ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ, സംവാദവേദികളിലൂടെ, ഖണ്ഡനവേദികളിലൂടെ നടക്കുന്നു എന്നതല്ലാതെ ഞങ്ങൾക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഒരു കാലഘട്ടം ഏതാ കാലം? മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട കാലത്താണ് ഇവരിപ്പോ തർക്കിക്കണത്. ഈ വക കാര്യങ്ങളൊക്കെ തർക്കിക്കുക. എന്താ ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും? എത്ര ആളുകളായി ഇതൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വലിയ സമാധാന പ്രേമികളും ഈ രൂപത്തിലുള്ള മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരൊക്കെ ലോകം തിരിയാതെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഫിത്നയുടെയും ഫസാദിന്റെയും ഒക്കെ ആളുകളുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്ക്.
നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ തന്നെ എന്താണ്? വീട്ടിലെ കാര്യം നോക്കിയിട്ട് പോരെ, അപ്പുറത്തേക്ക് പറയാ. എന്താ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? ചെറുപ്പകാലം തൊട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അഴികക്ക് 40 വട്ടം കേൾക്കുന്നു, പറയുന്നു, ചൊല്ലുന്നു. പക്ഷേ റഹ്മാനായ റബ്ബിന് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. ഈ ചോദ്യം ഇന്ന് മുഴങ്ങിയ ചോദ്യമല്ല. 950 കൊല്ലം ഈ ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടിയ മഹാനായ ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. അക്കാലത്തുള്ള ജനങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. എന്തേ ജനങ്ങളെ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളെന്തേ അള്ളാനെ ഇങ്ങനെ കൊച്ചായി കാണുന്നത്? അള്ളാഹുവിന് ഒരു രൂപത്തിലുള്ള ബഹുമാനവും ഗാംഭീര്യവും നിങ്ങളെന്തേ കാണിക്കാത്തത്, കൽപ്പിക്കാത്തത്? അന്ന് ചോദിച്ച ചോദ്യം എന്തേ കാരണം എന്നറിയോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്ന, ആരാധനകൾ സമർപ്പിച്ചിരുന്ന ഒരു സമൂഹത്തോട് അന്നും പറയേണ്ടി വന്നോ, പരിചയപ്പെടുത്തേണ്ടി വന്നോ, നിങ്ങളെ പടച്ചവനാണ് അല്ലാഹ്. ആ പടച്ചവനാണ് നിങ്ങൾ. അവനാണ് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നത്. അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ല അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അത്രയും സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു പ്രവാചകന് എത്രയോ കാലം പറയേണ്ടി വന്നുവെങ്കിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള പുരോഗതികളും എത്തിപ്പെട്ടിട്ടും എവിടെയാണ് നമ്മുടെ സമുദായം എത്തി നിൽക്കുന്നത്? ഇപ്പൊ മുസ്ലിം ഉമ്മത്തിലെ ചർച്ച എന്താണ്? പടച്ചോനാരാണ്? പടച്ചോനാരാന്നാ ചോദിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു തർക്കം കേട്ടോ? അള്ളയാണ് പടച്ചോന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ ചോദ്യം എന്താണ്? മടവൂരാരാ പടച്ചോനാണോ? ചോദിച്ചവരോട് ചൊല്ല്. അതെ അതെ അതെ, മടവൂരാണ്. ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. തലപ്പാവ് ചുറ്റിയ മുസ്ലിയാക്കന്മാരും അല്ലാത്തവരും പാടുകയാണ്. അവർ ഈ സമൂഹത്തോട് പറയുകയാണ്, ഒന്നാലോചിച്ചു നോക്ക്, ഇന്ന് വരെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നോ? മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് ധൈര്യമായിട്ട് പറഞ്ഞോനാണ് ആ പാട്ടുകാരൻ പറയുന്നത്. എന്ത്? അതെ അതെ, ഒരിക്കലല്ല, അതെ അതെ അതെ, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, അറിഞ്ഞോളീം. തീർന്നില്ല. പിന്നെയും പറയുന്നത് എന്താ? ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. കണ്ടോ, നോക്കണം. അല്ലാഹു അഹദ്, അള്ളയാണ് മടവൂര്, അവൻ തന്നെയാണ് മടവൂര്. ഒന്നും കൂടി ഉറപ്പിച്ചു പറയാണ്. എത്രയെത്ര കനപ്പെട്ട രൂപത്തിലുള്ള ആശയങ്ങളെയാണ് തകിടം മറിച്ചത്. ഈ ഉമ്മത്ത് ചിന്തിച്ചോ? ഈ പാട്ട് കേൾക്കാത്ത എത്രയോ ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും. കാരണം എന്താണെന്നറിയോ? പലരും കേട്ടിട്ടുണ്ടാകും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ? അവർക്കിതിലൊന്നും താല്പര്യമല്ല. ഞങ്ങൾ ഇവിടെ വന്നത് അതിനൊന്നുമല്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. നിങ്ങൾ കുറച്ച് മുസ്ലിയാക്കന്മാരും നിങ്ങൾ കുറച്ച് മൗലൈമാരും സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുസ്ലിം സമുദായം ആകെ തകിടം മറിയാൻ പോകുന്ന, ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കണോ വേണ്ടേന്ന് വരെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇങ്ങനെ പറയുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമല്ല. അതുകൊണ്ട് ഇത് കേട്ടിട്ടില്ലാത്തവർ പോലും ഉണ്ടാകും. എത്ര ഗൗരവമാണ്! ആരാ പറയുന്നു നോക്കണം. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് വിളിച്ചു പറയുന്നത്, മടവൂരാണ് പടച്ചോൻ. അനല്ലാ, അയാള് പറഞ്ഞതാണ്. അനല്ലാ എന്ന് മടവൂര് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിധത്തിൽ സമുദായം ഇങ്ങനെ വിശ്വാസപരമായി അതപ്പതിച്ച് ആഴത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ സുഖമായി കണ്ണടച്ചു ഉറങ്ങാണ്. ഞാൻ സേഫാണ്, എനിക്കതൊന്നും ചിന്തിക്കേണ്ടതില്ല, എനിക്കതിനോടൊന്നും താല്പര്യമില്ല. പടച്ചറബിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ? ഇതിൽ നമ്മളെ കുടുംബത്തിലെ മെമ്പർമാരുണ്ടാകും, നമ്മുടെ അയൽപക്കക്കാരുണ്ടാകും, ബാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, ആങ്ങളയുണ്ടാകും, പെങ്ങളുണ്ടാകും, ഭർത്താവുണ്ടാകും, ഭാര്യയുണ്ടാകും. ഈ വിശ്വാസം തിരുത്താതെ രക്ഷപ്പെടാൻ സാധിക്കുമോ? പടച്ചോൻ മടവൂരാണ് എന്നുള്ളത് ചില ആളുകൾക്ക് പറയാൻ ധൈര്യമുണ്ട്, ചിലർക്ക് ധൈര്യമല്ല. ആശയപരമായിട്ട് അവരും അതേ ആശയക്കാരാണ്.
കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ ഈ തർക്കം? മനുഷ്യൻ അവന്റെ പ്രാർത്ഥനകൾ അഭൗതികമായ നിലക്ക് തന്നെ സഹായിക്കുവാൻ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം തന്നെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ കഴിവുള്ള ഒരു ശക്തി അല്ലാഹുവല്ലാതെ ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്നൊരു മുസ്ലിം അങ്ങനെ ചില ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിച്ച് അവരോട് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും നിലനിൽക്കുന്നു. റബ്ബിനോട് തേടുന്നില്ല. റബ്ബിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ സൃഷ്ടിക്ക് കൊടുത്തിരിക്കുന്നു. എത്ര ഗൗരവാണ്! അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അള്ളാഹുവേന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം റബ്ബെല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, കഴിയുന്നു. മഹാത്മാക്കളെ വിളിച്ച് തേടുമ്പോഴും അതേ വിശ്വാസത്തിലേക്ക്. പിന്നെന്താ ഇപ്പം മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അള്ളാഹിനെ പോലെ എല്ലാം കാണും, കേൾക്കും, അറിയും. അവരോടൊന്നും പറയണ്ടെന്നാണ് പറയുന്നത് മുസ്ലിയാക്കന്മാര്. ഈ ശൈഖന്മാരോട്, ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ഇവരുടെ ഈ ആളുകളോട് നമ്മളൊന്നും പറയണ്ടാന്ന്. പറയാതെ തന്നെ അവർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം. ചിലപ്പോൾ അവർ അള്ളാഹിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാവും നമ്മൾ വിഷയങ്ങൾ പറയണത്. അതവർക്ക് ഇഷ്ടാവൂല, അപ്പൊ അപകടാവും. അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തരുത്. ഒരു മഹാന്മാര് അള്ളാഹിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബിനോട് അവർക്ക് ഹോട്ട് ലൈനാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിശ്വസിക്കുന്നത്. ആ വിധത്തിലാണ് സമൂഹത്തിലേക്ക് ആളുകൾ അവരുടെ ചിന്തകൾ മാറി മരവിച്ചു പോയിരിക്കുന്നു. റഹ്മാനായ റബ്ബിനെ വിട്ടിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലുമ്പോൾ എന്താ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു വേർഡ് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല, സിനത്തും വലാ നൗം, ഒരു ഉറക്കമോ ഒരു മയക്കമോ പോലും അള്ളാഹുവിനെ പിടികൂടുന്നതല്ല. ഈ ആയത്താണ്ട് ഓതിയിട്ടാണ് മുസ്ലിയാക്കന്മാർ വഅദ് പറയുന്നത്. എന്ത്? ഔലിയാക്കളും ഇങ്ങനെ തന്നെയാണ്. ഔലിയാക്കളും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ഉറക്കവും മയക്കൊന്നുമില്ല. സദാ നമ്മളെ വിളി ഇങ്ങനെ കേൾക്കുക, ഉത്തരം ചെയ്യുക, നമ്മൾ വിളിക്കുന്നിടത്ത് ഓടി വരിക. എപ്പോഴും അവർ നമ്മുടെ രക്ഷകരായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അവരറിയാതെ ഒരു ഇല പോലും ഇവിടെ വീഴുന്നില്ല. അവരെങ്ങാനും ഒന്ന് അശ്രദ്ധരായാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ, വിമാനങ്ങളെല്ലാം കൂട്ടിമുട്ടും, തീവണ്ടികൾ കൂട്ടിമുട്ടും, ബസ്സുകൾ തകർന്നടിയും, ലോകത്തിന്റെ കൺട്രോൾ മുഴുവനും തെറ്റും. അവരുടെ ഭരണം അർശിന്റെയും മുകളിലാണ്. ഭൂമിയിൽ അർശ് തൊട്ട് താഴേക്ക് എല്ലാം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കൈകാര്യങ്ങളും അല്ലാഹ് ഈ മടവൂരടക്കമുള്ള ആളുകളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവരിപ്പോ അള്ളാഹുവിന്റെ പദവിയിലാണുള്ളത്. അതുകൊണ്ട് അവര് അനല്ലാ അനല്ലാ എന്നൊക്കെ പറയും. അതൊരു പ്രത്യേകമായ അവസ്ഥയാണ്. അബ്ദ് എന്നുള്ള പദവി, അടിമ എന്നുള്ള ആ ഒരവസ്ഥ വിട്ടിട്ട് അവര് അല്ലാഹ് എന്നുള്ള ഒരവസ്ഥയിലേക്കാണ്ട് ചേക്കേറി കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയേണ്ടതൊക്കെ അള്ളാഹുവിനോട് പറയുന്ന അതേ കാര്യം തന്നെ അവരോടും പറയാം. കാരണം ഇതൊക്കെ അല്ലാഹ് അങ്ങോട്ട് കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സകല സമസ്തക്കാരും വിശ്വാസം. എന്നിട്ട് ഇപ്പൊ മടവൂരാണ് പടച്ചോന്ന് പറഞ്ഞപ്പോ നമ്മുടെ പേരോട് മുസ്ലിയാർക്ക് വരെ സഹിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ കാഫറായി പോകുന്നാറ്. പേരോട് മുസ്ലിയാർ പറയുന്നുണ്ടെന്ത്? മടവൂരാണ് പടച്ചോന്ന് പറഞ്ഞാൽ കാഫറായി പോകും, ദീനിന്ന് പുറത്തു പോകും. അയാളെ പിന്നെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടാൻ പാടില്ല. അയാളുടെ ഭാര്യയുമായിട്ട് അയാൾക്ക് ലൈംഗിക ബന്ധം പാടില്ല, ബന്ധം പോയി. അയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അയാൾക്ക് ഇനി യാതൊരു ബന്ധങ്ങളുമില്ല. എന്താ പ്രശ്നം? മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞു. പേരോടിന് വരെ ദഹിച്ചില്ല. അതിപ്പോ ദഹിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ മൂപ്പരിക്ക് ഇപ്പൊ ധൈര്യം വന്നിട്ടില്ല. ധൈര്യം വരും. ഇപ്പൊ ധൈര്യം വന്നൊരു കമ്പനി ഉണ്ട്, അവരിത് പച്ചയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ. മറ്റേ ആൾക്ക് പാണ്ട് എത്തിയിട്ടില്ല, അയാൾക്കാർ ധൈര്യം ഇങ്ങോട്ട് വന്നിട്ടില്ല. ആലോചിച്ചു നോക്കൂ, എവിടെയാ പ്രശ്നം? ഇവർക്ക് ആർക്കും ഈ പാട്ടിനെ തള്ളിപ്പറയാൻ കഴിയൂല, ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയൂല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇതിന്റെ ശബ്ദം ശവിക്കുന്ന ഓരോരുത്തരും ആലോചിക്ക്. മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ധൈര്യമായി പറഞ്ഞോളിനെന്നൊരു പാട്ടിൽ പറഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ ആർക്കാണ് പറയാൻ സാധിക്കുക? നമുക്കല്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കൂല. കാരണം ഈ സമസ്തക്കാര് അവരേത്
മഹാന്മാരോട് ചോദിക്കുന്ന ഏത് വിഷയവും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എല്ലാ കഴിവും അള്ളാഹ് അവർക്കാണ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണോ? കാണും. കേൾക്കോ? കേൾക്കും. എല്ലാം ചെയ്യും. എന്താ പ്രശ്നം? എന്തേ വ്യത്യാസമുള്ളൂ? അള്ളയും വരട്ടെ, എന്തേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. അപ്പൊ അള്ളാഹ് കൊടുത്തതാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇവര് നാളിതുവരെ പഠിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഈ പാട്ടുണ്ടാക്കിയ ചങ്ങാതിക്കും ചോദിക്കാലോ, മടവൂരാണ് പടച്ചോന്ന് ഞാൻ വിശ്വസിക്കണതിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കാരണം പടക്കുവാനുള്ള കഴിവ് അള്ളാഹു മടവൂരിനാണ് കൊടുത്താൽ എന്താ പിന്നെ പ്രശ്നം? മടവൂര് പടച്ചോനായിക്കൂടെ? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് എന്നാണ് ഇവർ പറയുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം എന്നുള്ളതിന്റെ മലയാളം എന്താ നിങ്ങൾക്കറിയോ? ജഗന്നിയന്താവ്. ജഗം എന്ന് പറഞ്ഞ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ്, അതാണ് ജഗന്നിയന്താവ്. ആരാ ജഗന്നിയന്താവ്? നമുക്ക് അല്ലാഹ്. ഇവർക്കോ മടവൂര്, മറ്റുള്ള ശൈഖന്മാര്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമായി പറയുന്നത്. ഇതറിയാതെ നമ്മളിങ്ങനെ ജീവിക്കാണ്. എന്തും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക. രാമചന്ദ്രന്, ബാലചന്ദ്രന്, ജോസഫിനൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. നമ്മള് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. അകത്ത് ഇവിടെ ശരിയായിട്ടില്ല. ഇവിടെ മടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന കൗമ് വളർന്നു വരികയാണ്. അതിനെ എതിർക്കാൻ ആർക്കും ഇവിടെ ധാർമ്മികമായി അവകാശമില്ല. എന്താ കാരണം? അവരൊക്കെ വിശ്വസിപ്പിച്ചത്, ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹിന്റെ എല്ലാ കഴിവും ഇവർക്ക് കൊടുക്കാം. അപ്പൊ പടച്ചവനാണെന്നുള്ള പടക്കാനുള്ള കഴിവാണ് കൊടുത്താൽ പിന്നെ പടച്ചവനായി. അതിനെന്താ തകരാറ്? അപ്പൊ ഇവർക്കാർക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയൂല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം എത്തിയിട്ടുണ്ട്. വളരെയേറെ ഗൗരവമാണ്. എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായി അധപ്പതിച്ചിരിക്കുന്നു. ഇത് തിരിച്ചറിയാനും വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് താല്പര്യമുണ്ടാകണം. എനിക്കതിനോട് താല്പര്യമില്ലാതെ ദയവായി പറയരുത്. കൃത്യമായ പഠനം നടക്കണം മരണം വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായി തരപ്പെട്ടവനായി അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന കൃത്യമായ ആദർശം മുസ്ലിയാക്കന്മാരിപ്പോ വെച്ചുകൊണ്ട് കിടക്കുന്ന അർത്ഥം എന്താണ്? സ്വയം കഴിവുള്ള വ്യക്തി അല്ലാഹു അല്ലാതെ ഇല്ല. അപ്പൊ വേറുള്ളവർക്കൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. അവിടേക്ക് എത്തി. ഇത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ബന്ധപ്പെട്ടവരിലുണ്ട്. അത് അന്വേഷിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, യഥാർത്ഥത്തിൽ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ മാത്രം നീ ഞങ്ങളെ ഉയർത്തണേ, വളർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെന്ത് യോഗ്യതയാവുള്ളത്? ഇസ്ലാമികമായ ആണിക്കല്ല് പോലും തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എവിടെയെത്തി നമ്മൾ? ഇത് ചിന്തിക്കാതെ നമ്മൾ പിരിഞ്ഞു പോയിട്ട് കാര്യമല്ല. ഇതിനെക്കുറിച്ച് എനിക്കെന്തറിയാം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തറിയാം? കുടുംബത്തിലെ മെമ്പർമാർക്ക് എന്തറിയാം? ആ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ടുണ്ടെങ്കിൽ, അവനെല്ലാം കേൾക്കും കാണും എന്ന വിശ്വാസമുണ്ടെങ്കിൽ ആരും നമ്മളെ നിയന്ത്രിക്കണ്ട. ഒരു ഭർത്താവും ഒരു ഭാര്യയെ വഞ്ചിക്കാൻ കഴിയൂല. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയൂല. കാരണം ആരറിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് നോക്കുന്നു, അറിയുന്നു, കേൾക്കുന്നു എന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് പരസ്പരം വഞ്ചന നടത്താനും ആളുകൾ കാണുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്യാനും അവനൊരിക്കലും സാധിക്കില്ല. കാരണം എപ്പോഴും തന്നെ സദാ നിയന്ത്രിക്കുന്ന, നിരീക്ഷിക്കുന്ന റബ്ബന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ മനുഷ്യന് പടച്ചവനെ പേടിയുണ്ടാകും, റബ്ബിനെ പേടിയുണ്ടാകും, അവന്റെ മനസ്സിന് വലിയ സംതൃപ്തി ഉണ്ടാകും. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, ശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിൽ റഹ്മാനായ റബ്ബിനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ കഴിയൂല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതി ഓർത്തുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവസ്ഥ, ഈ ഒരവസ്ഥ ഈ സമൂഹത്തിന് കൊണ്ടുവന്നു കൊടുത്ത ആളുകളാണ് ലോകത്ത് വലിയ നേതാക്കളായി ചമയുന്നത്. കാരന്തൂര് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ മൗലിദിലാണ് കൃത്യമായി മടവൂരിനെ കുറിച്ച് പടച്ചവനാണെന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന ആളുകളുടെ തട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ പുസ്തകത്തിൽ കൃത്യമായി
അയാൾക്ക് എല്ലാം അറിയും, എല്ലാത്തിനും കഴിയുമെന്ന് പച്ചയായി എഴുതി വച്ചിരിക്കുന്നു. അതിന് അവതാരിക പോലും എഴുതിക്കൊടുത്തത് ഗ്രാൻഡ് മുഫ്തി പട്ടം സ്വയം തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ലോകത്ത് അറിയാതെ പോവുകയാണ്. സർവശക്തനായ റബ്ബിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം ആലോചിക്കുക കുടുംബങ്ങളെ, എനിക്കും നിങ്ങൾക്കും മുത്തുനബിയെ കുറിച്ച് എന്തറിയാം? കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും ആലോചിക്കണം. മുത്തുനബിയെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു റബ്ബിനെ കുറിച്ച് എന്തറിയാം. രണ്ടാമത്തെ ചോദ്യം മുത്തുനബിയെ കുറിച്ച് എന്തറിയാം. കാരണം ഇന്ന് ഞാനോ നിങ്ങളോ നമ്മൾ താമസിക്കുന്ന ഇടത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. എപ്പോൾ മരിക്കുന്നോ ആ സമയം മുതൽ വളരെ പെട്ടെന്ന് നമ്മെ ബന്ധപ്പെട്ട ആളുകൾ മണ്ണിനടിയിലാക്കും, ഖബറിലാക്കും. ചോദ്യം ഒന്ന് റബ്ബിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ചോദ്യം മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാ ഇൽമുക ബിഹാദർ റജുൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്നോടും നിങ്ങളോടും ഖബറിൽ വെച്ച് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വഅമ്മൽ മുഅ്മിനു അവിൽ മൂഖിനു, അടച്ചവനെ കുറിച്ച് യഥാർത്ഥ ഈമാനുള്ള ബന്ധുക്കൾ, ഈമാനുള്ള വ്യക്തി. ഓരോരുത്തർക്കും ഈമാന് ഓരോരുത്തർക്കും വേണമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. മുഅ്മിനായ മനുഷ്യനാണ് ഖബറിലുള്ളതെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം, നല്ല അടിയുറപ്പുള്ള മനുഷ്യനാണ് ഖബറിലുള്ളതെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോ ആ വ്യക്തി വളരെ കൃത്യമായിട്ട് മറുപടി പറയും. ഇതാരാണ്? ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദ് നബിയാണിത്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളിലേക്ക് സത്യം കൃത്യമായി ബോധ്യപ്പെടും വിധത്തിലുള്ള സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് ഞങ്ങളിലേക്ക് വന്ന നബിയാണ്. സന്മാർഗം ഞങ്ങളെ പഠിപ്പിച്ച നബിയാണ്. ആ നബി തങ്ങളുടെ ഓരോ അധ്യാപനങ്ങളും കേട്ടപ്പോ ഫഅജബ്നാ, ഞങ്ങളതിന് ഉത്തരം കൊടുത്തവരാണ്. വആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചവരാണ്. വത്തബഅനാ, വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഉത്തരം ചെയ്യുകയും ചെയ്തു എന്ന് ഞങ്ങൾ ഭംഗിവാക്ക് പറഞ്ഞവരായിരുന്നില്ല. മറിച്ച് വത്തബഅനാ, ഞങ്ങൾ ആ നബിയെ ഫോളോ ചെയ്ത് പിൻപറ്റിക്കൊണ്ട് ജീവിച്ചവരായിരുന്നു. ഈ മറുപടി ഖബറിൽ കൊടുക്കും ആര്? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ, ബാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാവട്ടെ, മകളാവട്ടെ, മകനാവട്ടെ, ആരാവട്ടെ. ഈ പരീക്ഷയ്ക്ക് അധികം ദിവസമില്ല. ഈ പരീക്ഷയുടെ ഡേറ്റ് ഓരോരുത്തരുടെയും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിഞ്ഞൂടാ. എന്നെയും നിങ്ങളെയും പൊതിയാനുള്ള കഫൻ പുടവ ഒരു പക്ഷേ ഏതോ ടെക്സ്റ്റൈൽസിൽ വന്ന് കറഞ്ഞ് കിടപ്പുണ്ടാകും. എപ്പോഴാണിത് പാക്കറ്റ് ചെയ്യാ, പെട്ടിയിലാക്കുക, എവിടേക്കാ കൊണ്ടുപോകുന്നത് അറിഞ്ഞുകൂടാ. പരീക്ഷ വളരെ അടുത്താണ്. ചോദ്യവും ഔട്ടാണ്. എന്താണ് ചോദിക്കുന്നത് എന്ന് ചോദ്യത്തിന്റെ ആള് പറഞ്ഞേക്കുന്ന റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. എന്നെക്കുറിച്ചാണ് ഒരു ചോദ്യം, മുത്തുനബിയെ കുറിച്ചാണ് ഒരു ചോദ്യം. അതിന് ഉത്തരം ഇങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടും. ഇത്തരത്തിൽ ഉത്തരം പറയുന്ന വ്യക്തിയോട് പറയും, മണവാളനെ ഉറങ്ങും പോലെ ഖബറിൽ ശാന്തമായി ഉറങ്ങിക്കോ. അല്ലാഹു നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാന്തമായി, പുതുമണവാളൻ ഒരു പ്രത്യേകത ഉണ്ട്, ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഡിസ്റ്റർബ് ചെയ്യാത്ത സൗകര്യങ്ങളുടെ സുഖലോകത്തുള്ള ഉറക്കം ഖബറിൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്നു. ചിന്തിക്കൂ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദര, ഞാൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഖബറിൽ വെച്ച് എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ചോദ്യത്തിനും മുത്തു മുസ്തഫയെ കുറിച്ചുള്ള ചോദ്യത്തിനുമൊക്കെ കൃത്യമായ ഉത്തരം നൽകിയിട്ട് ഈ ഒരു മറുപടി കേട്ടിട്ട് ശാന്തമായി എനിക്ക് കിടന്നുറങ്ങാനാകുമോ? ഇത് സ്വന്തത്തോട് ചോദിച്ചു മറുപടി കണ്ടെത്തണേ. കഴിയോ? അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅമ്മൽ മുനാഫിഖ്, മുനാഫിഖായ മനുഷ്യനോടാണ് ഈ ചോദ്യമെങ്കിൽ
അവിൽ മുർത്താബ്, അതല്ലെങ്കിൽ ദീനിനെ കുറിച്ച് അവൻ ഒരു പിടിപാടുമില്ല, അവൻ എപ്പോഴും സംശയത്തിലാണ്. അവരും ആയത്തോരുന്നു, ഇവരും ആയത്താവോരുന്നത്, നിങ്ങളും ഹദീസോരുന്നു, അവരും ഹദീസാവോരുന്നത്, ഞങ്ങൾക്കിതിലൊന്നും താല്പര്യമില്ല, ഞങ്ങൾക്കിതിലൊക്കെ എപ്പോഴും സംശയം ഉണ്ടാക്കലാണ് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞ് ഒരു കൃത്യമായ ബോധ്യമില്ലാതെ സംശയാലുമായിട്ട് അങ്ങനെ ജീവിച്ച് ദുന്യാവിൻ്റെ കാര്യത്തിൽ മാത്രം അവന്റെ ജീവിതത്തെ അവൻ അതിൽ തന്നെ ദൃഢമായി കെട്ടിയിട്ട് അങ്ങനെ ജീവിച്ചവന് ഖബറിലെത്തുമ്പോ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ അവൻ പതറുകയാണ്. അവന്റെ മറുപടി എന്താ അറിയോ? എനിക്ക് അറിഞ്ഞൂടാ, അള്ളാഹിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കല്ലേ, നബിയെ കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. ആളുകൾ പലതും പറഞ്ഞിരുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായ നിലപാട് പറയാൻ എനിക്ക് സാധ്യമല്ലല്ലോ, എന്നോടതൊന്നും ചോദിക്കല്ലേ എന്ന് പറഞ്ഞവൻ അട്ടഹസിക്കുമ്പോഴേക്ക് അതേ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകൾ അതാ ഇരുമ്പിന്റെ വലിയ ഹാമർ എടുത്തുകൊണ്ട് ഒരൊറ്റ അടി അവന്റെ രണ്ട് ചെവികൾക്കിടയിൽ പെരടിയിലങ്ങ് അടിക്കുമ്പോഴേക്ക് എത്രയോ ആഴത്തിലേക്ക് അവൻ ഖബറിൽ അട്ടഹാസത്തോടെ ആഴ്ന്നു പോകുന്നു. സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയത്. ഇതിലേതിലാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ ഉള്ളത്? ഇതിലേതിലാണ് നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാരുള്ളത്? ഈ മുനാഫിക്കിന്റെ കൂട്ടത്തിലും മുർത്താബിന്റെ കൂട്ടത്തിലുമാണോ, അതോ ആദ്യം പറഞ്ഞ മുഅ്മിനിന്റെയും മൂഖിനിന്റെയും കൂട്ടത്തിലാണോ? ഇത് ചിന്തിക്കാതെ ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് നിങ്ങൾ മടങ്ങിപ്പോയാൽ നാളെ അതിനെക്കുറിച്ച് സംശയം തീർക്കാവുന്ന വിധത്തിൽ എല്ലാം നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇത്തിബാഴോടുകൂടി ഈമാനോടുകൂടി നമ്മൾക്ക് ജീവിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ, സർവം പരാജയം തന്നെ. മുഹമ്മദ് റസൂലുള്ളാഹ് നാവുകൊണ്ട് ഇങ്ങനെ പറയാ. എന്താ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്ന, റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണേ. അവിടുന്ന് പാടില്ലെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണേ എന്ന് അള്ളാഹ് പറയുമ്പോ അഹങ്കാരിയായ മനുഷ്യന്മാര് പറയാണ് അതിനെന്നെ കിട്ടൂല. പിന്നെ ഞാൻ എന്താ നോക്കുക? ഹദീസുകൾ ഞാൻ നോക്കും, അതിലെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നതുണ്ടോ, യുക്തിക്ക് നിരക്കുന്നതുണ്ടോ, താല്പര്യത്തോട് യോജിക്കുന്നതുണ്ടോ അത് ഞാൻ എടുക്കും. എന്റെ ബുദ്ധിക്ക് യോജിക്കൂലേ, എന്റെ യുക്തി അംഗീകരിക്കൂലേ, എന്റെ താല്പര്യം അംഗീകരിക്കൂലേ, എന്റെ ബാപ്പാക്ക് ഇഷ്ടമില്ലേ, ഉമ്മാക്ക് ഇഷ്ടമില്ലേ, കുടുംബങ്ങൾക്ക് ഇഷ്ടമില്ലേ, ഞാൻ അംഗീകരിക്കൂല. അപ്പൊ അവിടെ എനിക്ക് ആരാ റസൂല്? ഞാൻ പറയുന്നു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ പറയാ. എന്നിട്ട് ആ റസൂല് പറഞ്ഞതൊക്കെ കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഞാൻ പറയാ. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം വരുമ്പോ റസൂലിന്റെ സ്ഥാനത്ത് ഞാൻ അവരോധിക്കുന്നത് എൻ്റെ ബാപ്പയെ, ഉമ്മയെ, ആങ്ങളയെ, പെങ്ങളെ, ഭർത്താവിനെ, ഭാര്യയെ, ഇവരെയൊക്കെയാണ് ഞാൻ അവരോധിക്കുന്നത്. എനിക്കറിയാം അള്ളാഹ്ക്ക് ഇഷ്ടല്ല, റസൂലിന് ഇഷ്ടല്ല, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതിനെതിരാണ് ഞാൻ ഈ ചെയ്യാൻ പോണ കാര്യം. പക്ഷേ അവിടെ എൻ്റെ ബാപ്പാക്ക് ഞാനത് ചെയ്തില്ലെങ്കിൽ ബാപ്പാക്ക് എന്നോട് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ബാപ്പയാണ് വലുത്, ഉമ്മയാണ് വലുത്, ഭാര്യയാണ് വലുത്, ഭർത്താവാണ് വലുത്, മുഹമ്മദ് മുസ്തഫയോ റബ്ബോ രണ്ടാം സ്ഥാനത്ത്. ഇത് നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ കുടുംബങ്ങൾ ഒന്നിച്ച് ഈ സമയത്ത് ചിന്തിക്ക്. എന്റെ വീട്ടിൽ എന്റെ നിലപാടെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ ഇങ്ങനെ നാഴികക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. റബ്ബെന്താണ് അതിന്റെ താല്പര്യം എന്നോട് പഠിപ്പിച്ചത്? അള്ളയും റസൂലുമായിരിക്കണം നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്. അങ്ങനെയല്ലെങ്കിൽ നിനക്ക് ഈമാനില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടതല്ലേ? എങ്കിൽ അതിന്റെ പരിശോധനക്ക് നമ്മുടെ കുടുംബത്തിൽ എത്രയാണ് അവസരങ്ങൾ വരുന്നത്? വീട്ടിലുള്ള എല്ലാ പ്രശ്നവും എത്തുമ്പോൾ നമുക്ക് അവിടെ വാപ്പ വലുത്, ഉമ്മ വലുത്, ആങ്ങളയാ വലുത്, എളാപ്പയാ വലുത്, അളിയാക്കയാ വലുത്, മൂത്താപ്പയാ വലുത്, അമ്മാമനാ വലുത്. അള്ളാഹ് വലുതല്ല, റസൂല് വലുതല്ല. എന്തേ കാരണം? വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. വിവാഹത്തിന്റെ ആഘോഷങ്ങൾ എത്തുമ്പോ നമ്മുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പരിശോധിക്കപ്പെടുകയാണ്, പരീക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രവാസിയും ചിന്തിക്ക്, നിങ്ങളുടെ ഒക്കെ വീടുകളിൽ കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞു പോയില്ലേ? വരാനിരിക്കുന്നില്ലേ? നടക്കാൻ തീരുമാനിച്ചതില്ലേ?
നിങ്ങൾ എന്താ തീരുമാനിച്ചിട്ടുള്ളത്? അവിടെ എന്തൊക്കെ നടക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? എന്തൊക്കെ നടക്കരുതെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? അവിടെയാണ് ഈമാൻ പരിശോധിക്കുന്നത്. വേറെ ആരുടെ ഈമാനും നോക്കണ്ട, നിങ്ങളോട് ചോദിക്ക്. കല്യാണം തീരുമാനിച്ചു, ആ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന സകല പേക്കൂത്തുകൾക്കും ഉത്തരവാദി ആരാ? ഞാനും നിങ്ങളും. നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങളിൽ നമ്മൾ പോയി കൂടിക്കൊടുക്കുന്നു, നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ അതാ കൈമലർത്തുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നു. പണം ചെലവഴിക്കുന്നത് നീയാണ്, നിന്റെ പണമാണ് ചെലവഴിക്കുന്നത്. എന്നിട്ട് റബ്ബിന് വെറുപ്പുള്ള കാര്യമാണ് നിറഞ്ഞാടുന്നത്. കല്യാണ പന്തലിൽ നടക്കുന്നത് എന്താണ്? ആണും പെണ്ണും ചേർന്നുള്ള പേക്കൂത്തുകളാണ്. പല പേരുകളിലാണ് പെണ്ണിന്റെ വേഷം പെണ്ണിനെ അതാ റഹ്മാനായ റബ്ബൊരിക്കലും സ്വർഗത്തിന്റെ മണം പോലും അത്തരം പെണ്ണ് ആസ്വദിക്കൂല എന്ന് പറഞ്ഞ വേഷത്തിൽ നിന്റെ മകളെ, നിന്റെ പെങ്ങളെ, നിന്റെ സഹോദരിയെ സ്റ്റേജിലേക്ക് ആനയിച്ച് പല്ലക്കിൽ ആനയിച്ച് കൊണ്ടുവന്നിട്ട് അവളെ യഥാ ആ ഭർത്താവ് അവിടെ വെച്ച് പരസ്യമായി ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഡാൻസ് തുള്ളുന്നു. വിവാഹ പന്തലിൽ പേരിനൊരു നിക്കാഹിന്റെ ഖുതുബ എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവിയോ മുസ്ലിയാരോ എന്തൊക്കെയോ അറബിയിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ അവിടെ നടക്കുന്ന തോന്നിവാസങ്ങളും പേക്കൂത്തുകളും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള നമ്മുടെ പ്രഖ്യാപനത്തോട് യോജിക്കുമോ ഉമ്മമാരെ? യോജിക്കുമോ സഹോദരന്മാരെ? അവിടെയാ ഈമാൻ പരിശോധിക്കണത്. സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ മതി, എന്താ കല്യാണങ്ങളിൽ നിന്ന് നടക്കുന്നത്? ഒരു കല്യാണത്തിന് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? നമുക്കൊന്ന് പോകാൻ പറ്റുമോ ഒരു കല്യാണത്തിന്? നടക്കുന്നത് മുഴുവനും കല്യാണത്തിന്റെ തലേ ദിവസമാണെങ്കിൽ ഹൽദി, മഞ്ഞക്കല്യാണം അതിന്റെ അപ്പുറത്താണെങ്കിൽ മെഹന്തി, മൈലാഞ്ചി കല്യാണമായി ഒരേ കളറിൽ ആണും പെണ്ണും പ്രായമുള്ളവനും അല്ലാത്തവനുമൊക്കെ യൂണിഫോം തയ്പ്പിച്ച് അത് തന്നെ ഇസ്ലാമികമായ റബ്ബിന് വെറുപ്പുള്ള രൂപത്തിൽ അതെല്ലാം പ്രദർശിപ്പിച്ച് തലേന്നും പിറ്റേന്നുമെല്ലാം എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് ആണിനും പെണ്ണിനുമൊക്കെ ഏതൊക്കെ വിധത്തിൽ ഇബിലീസിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത് മുഴുവനും നമ്മുടെ വിവാഹ പന്തലുകളിലും ഓഡിറ്റോറിയങ്ങളിലും കല്യാണ മണ്ഡപങ്ങളിലും നടത്തി. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ക്യാമറയിൽ പകർത്തുവാൻ വേണ്ടി ആയിരക്കണക്കിന് വാടക കൊടുത്തുകൊണ്ട് ക്യാമറാമാൻമാരെ സജ്ജീകരിച്ചു, ഫോട്ടോകളിൽ പകർത്തിയെടുത്തു. അതേ പാർക്കുകളിലും കടലോരങ്ങളിലും ഉദ്യാനങ്ങളിലുമൊക്കെ പോയി അവരതാ അർദ്ധനഗ്നകളും അതുപോലെ തന്നെയുള്ള രൂപത്തിലുള്ള രാസലീലകളിലുമൊക്കെയായി കെട്ടിപ്പിടിച്ചും മുത്തം കൊടുത്തുകൊണ്ടും സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റകളിൽ അവർ പോസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെയുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ടും ഞാൻ അവകാശപ്പെടുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നാണമില്ലേ നമുക്ക്? ലജ്ജയില്ലേ നമുക്ക്? 5 നേരം അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് പറയണ്, എന്റെ ജീവിതത്തിൽ റബ്ബേ നിനക്ക് പൊരുത്തുള്ളതല്ലാത്തൊരൊന്നും ഞാൻ ചെയ്യൂല. എന്നിട്ടും അവനവന്റെ മക്കളുടെ കല്യാണത്തിന്, ബന്ധപ്പെട്ടവരുടെ കല്യാണത്തിന് ഈ വിധ പേക്കൂത്തുകൾ മുഴുവനും കാണിക്കുമ്പോ ഒരക്ഷരം കാമ എന്ന് പറയാൻ തൻ്റെ ഇടമില്ലാതെ, നട്ടല്ലില്ലാതെ, ആർജവമില്ലാതെ മാറി നിൽക്കുന്നു. പണം മുഴുവൻ നമ്മുടേത്, പക്ഷേ കൈകാര്യം മകനാണ്, മകളുടെ കൂട്ടുകാരാണ്, കൂട്ടുകാരികളാണ്, മകന്റെ കൂട്ടുകാരാണ്. ബാപ്പക്ക് അവിടെ ഒരു റോളും ഇല്ല. പണം നമ്മളിങ്ങനെ ATM പണം ഇങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ഒരു മെഷീൻ, വേറുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ. ഇത് ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകുമോ? പരലോകത്തെത്തുമ്പോ എന്റെ മകന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാ, എന്റെ ഭാര്യക്കതായിരുന്നു ഇഷ്ടം, ഉപ്പാന്റെ ഇഷ്ടം നോക്കിയതാണ്, ഉമ്മാന്റെ ഇഷ്ടം നോക്കിയതാണ് എന്ന് പറയാനൊക്കുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അവിടെ ബാപ്പ മക്കളിൽ നിന്ന് ഓടിയകലുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് ഓടിയകലുന്നു, ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഓടുന്നു. ഉമ്മാക്ക് ബാപ്പനെ കാണണ്ട, ബാപ്പക്ക് ഉമ്മയെ കാണണ്ട, മക്കൾക്കും കാണണ്ട. കാരണം ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഓരോരുത്തർക്കും അവരുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ ബേജാറിലാണ്.
ഇവിടുന്ന് എന്താ നമുക്ക് ന്യായം? നിങ്ങൾ പറയണതൊക്കെ കാര്യാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതൊന്നും ഇപ്പൊ കല്യാണത്തിന് പാടില്ല, അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെന്താടോ? എൻ്റെ മോൻ സമ്മതിക്കൂലേ, ബാപ്പ സമ്മതിക്കൂലേ, ഭാര്യ സമ്മതിക്കൂലേ, അളിയാക്ക സമ്മതിക്കണില്ലേ, കാർന്നോര് സമ്മതിക്കണില്ലേ, അമ്മാവൻ സമ്മതിക്കുന്നില്ലാന്ന്, അവരൊക്കാർക്കും ഇത് താല്പര്യമില്ല എന്നാ പറയണത്. അപ്പൊ പിന്നെ ഞാനുമാണ് കൂടിക്കൊടുക്കണ്ടേ? കൂടിക്കൊടുക്കാൻ നിന്നോടാര് പറഞ്ഞു? അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയോടുള്ള മഹബത്ത്, അള്ളാഹുവിനോടുള്ള മഹബത്ത് പരീക്ഷിക്കപ്പെടുന്നു. ഖബറിൽ ഒറ്റക്കല്ലേ, മഹ്ശറിൽ ഒറ്റക്കല്ലേ, മീസാനിൽ നിന്റെ അമൽ തൂക്കുന്നിടത്ത് വഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. എൻ്റെ തുലാസ് കനം തൂങ്ങിയാ ഞാൻ ജയിച്ചു, എൻ്റെ തുലാസ് കനം കുറഞ്ഞാ ഞാൻ പരാജയപ്പെട്ടു. അവിടെ ചൂണ്ടുവോ? അവിടെ ചൂണ്ടില്ല. ആരുടെ മോഹം, ആരുടെ പ്രീതി, ആരുടെ ആഗ്രഹത്തിനാ ഇതൊക്കെ ചെയ്തത് അവിടെ വിലയില്ലാതെ പറയില്ല. അതുകൊണ്ട് ചിന്തിച്ചോലണം. ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് ഒരു തീരുമാനമെടുക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ കൺട്രോളിലുള്ള ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബേ, നിനക്കിഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല. നീ ഞങ്ങളിലേക്ക് അയച്ച ഞങ്ങളുടെ ഹബീബായ മുത്ത മുസ്തഫാക്ക് പൊരുത്തമില്ല എന്ന് അക്കാലഘട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും എൻ്റെ വീട്ടിൽ നടക്കൂല. അത് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഈ ഫാമിലി കോൺഫറൻസ് വിജയിച്ചു. ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഈ ശ്രമം വിജയിച്ചു. ഞാനെന്താ അങ്ങനെ പറയണതറിയോ? നിങ്ങൾ പല ഫാമിലി കോൺഫറൻസിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഈ പല്ലക്കിലുള്ള ഡാൻസും തുള്ളിച്ചാട്ടവും ഹെൽത്തി മെഹന്തിയും തെമ്മാടിത്തൊക്കെ കൂടിയിട്ടല്ലേ ഉള്ളൂ മൗലവിമാരെ. നിങ്ങൾ എന്തിനാ ഇത് പറഞ്ഞു കൂട്ടുന്നത്? ഞങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്തിനാണെന്നറിയോ? അവരവരുടെ കാര്യം ഏറ്റവും കൂടുതൽ സേഫാക്കാൻ വേണ്ടിയാണ്. ലോകത്തെ മുഴുവനും നന്നാക്കുന്നത് പോയിട്ട് ഒരു വ്യക്തിയെപ്പോലും നന്നാക്കാൻ നമുക്ക് കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരായ എല്ലാവരും, നബിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂലിനേക്കാണ് വലിയ ഒരാളിഞ്ഞ് ലോകത്ത് വരാണ്ടോ? ആ റസൂലുള്ളാന്റെ നിഴൽ പോലെ ഉണ്ടായിരുന്നയാളാണ് അബൂ താലിബ്. പല സകല സപ്പോർട്ടും ചെയ്തിരുന്നു, പക്ഷെ കാഫറായിട്ടാ മരിച്ചുപോയത്. മരിക്കുന്ന നേരത്തും പോയി പറഞ്ഞു നോക്കി, ഒരു കുടുംബ ബാധ്യത നിർവഹിക്കുകയാണ്. യാ അമ്മി, പ്രിയപ്പെട്ട പിതൃവ്യാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അബൂ താലിബിനോട് അവസാന നിമിഷവും പറഞ്ഞു. അയാള് അത് അംഗീകരിക്കാതെ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വല്ലാത്ത സങ്കടമായി. അപ്പൊ ആയത്തിറക്കണ ആരാന്നറിയോ? അല്ലാഹ്. എന്തിനാ ആയത്തിറക്കണ്? റസൂലുള്ളാന്റെ സങ്കടം കണ്ടിട്ട് ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അല്ലാഹ് എത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. അപ്പൊ നമ്മൾ പറയാ അതോ പറയണ്ടേ? പറയാ. ഇഷ്ടമുള്ളവർ സ്വീകരിക്കും, ഇഷ്ടല്ലേ തള്ളിക്കളഞ്ഞോട്ടെ. നമ്മളെ പരിഹസിക്കും. നിങ്ങൾക്കൊന്നും ഒരു കല്യാണത്തിനും പോകാൻ പറ്റൂല എന്ന് പറയും. ആയിക്കോട്ടെ, വിളിക്കണ്ട, പോകണ്ട. പക്ഷെ ഖബറിൽ കിടക്കുമ്പോ ആരോ കൂടെയുണ്ടോ? മഹ്ശറിൽ കൂടെയുണ്ടോ? മീസാനിൽ കൂടെയുണ്ടോ? സിറാത്ത് പാലം കിടക്കുമ്പോ കൂടെയുണ്ടോ? നിങ്ങൾ ഇന്ന് ആർക്കൊക്കെ വേണ്ടി ദീൻ അഡ്ജസ്റ്റ് ചെയ്തോ, നമ്മൾ ആർക്കൊക്കെ വേണ്ടി ദീൻ അഡ്ജസ്റ്റ് ചെയ്തോ, അവരൊക്കെ മഹ്ശറിൽ നമ്മളെ തള്ളി പറയും. അവരൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് പരലോകത്ത് വരും. അവിടെയാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇവിടെയുള്ള ഓരോ വ്യക്തിയും, ആണാവട്ടെ പെണ്ണാവട്ടെ, അവര് പല റോളിലുണ്ടാകും. മായിമ്മമാരുണ്ടാകും, മരുമക്കളുണ്ടാകും, ഭാര്യമാരുണ്ടാകും, ഭർത്താക്കന്മാരുണ്ടാകും, മക്കളുണ്ടാകും, പിതാക്കന്മാരുണ്ടാകും, ഉമ്മമാരുണ്ടാകും, ആങ്ങളമാരുണ്ടാകും, അളിയാക്കമാരുണ്ടാകും, മൂത്താപ്പമാരുണ്ടാകും, ഇളയപ്പമാരുണ്ടാകും. ഏത് റോളിലാണോ നിങ്ങൾ എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്.
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന എൻ്റെ പ്രഖ്യാപനത്തോട് ഞാൻ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ. ഇവിടെ മറുപടി മൈക്കിൽ പറയണ്ട, വിളിച്ചു പറയണ്ട. ഈ ഹൃദയത്തിൽ ഭയത്തോടെ ഇന്ന് രാത്രി പോയി കിടന്നാലോചിക്കണം. റഹ്മാനായ റബ്ബേ, ചെറുപ്പത്തിൽ ഉസ്താദ് ചൊല്ലിത്തന്നതാ, ഉമ്മാടെ താരാട്ട് കേട്ടപ്പം മുതൽക്ക് തുടങ്ങിയതാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി മരിക്കണ നേരത്തും അത് കേട്ട് അത് പറയാൻ കഴിയണമെന്ന് മോഹിച്ച് ആഗ്രഹിച്ച് നടക്കുന്നവരാ നമ്മള്. എങ്കിൽ എന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്ന് ഓരോരുത്തരും ആലോചിക്കേ. ആ ഒരവസ്ഥയിൽ നമ്മുടെ മാനസികമായ നിലവാരം ഉയരുന്നുവെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിന്റെ ഉയർച്ചയാണത്. നേരെ മറിച്ച് അതെനിക്ക് വിഷയമല്ല, അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം, അതൊക്കെ ഖബറിലെ ശിക്ഷ, ആരാപ്പം അതൊക്കെ അനുഭവിച്ചു വന്നവരുള്ളത്, അതൊക്കെ അവിടെ എത്തുമ്പോൾ നോക്കാം എന്നുള്ള നിലപാടിലാണോ? ഒന്നും പറയാനില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസ്ഥക്ക് മാറ്റം വരുത്തേണ്ടത് നമ്മുടേതായ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഏറ്റവും വലിയ ബാധ്യത റബ്ബിനോട് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടല്ലേ? മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നവരാലോചിക്ക്. ഇന്ന് എല്ലാ വീട്ടിലും പ്രശ്നം എന്താ? ഉമ്മാനി ബാപ്പാനി ആരാ നോക്കേണ്ടത് എന്ന് മക്കൾക്കിടയിൽ തർക്കം. ഒന്നാമത്തെ മകൻ പ്രസവിച്ചു, വാപ്പ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. മക്കൾ കുറെ ഉണ്ടായപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു അൽഹംദുലില്ലാ എനിക്ക് കുട്ടികളെ തന്നു. നമുക്ക് പ്രായമായ ഈ മക്കൾ തമ്മിൽ ഭയങ്കര തർക്കം, ആരാ നോക്കണ്ട്? ആ ബാപ്പാക്കും ഉമ്മാക്കും മക്കളുണ്ടായപ്പോഴൊക്കെ അവര് ഉറക്കമൊഴിച്ച് നമ്മളെ നോക്കി, അവിടെ യാതൊരു വിവേചനവും കാണിച്ചില്ല. എന്നാൽ അതേ മക്കളതാ വളർന്നു വരുമ്പോ ഉമ്മാനിയും ബാപ്പാനിയും ആരാ നോക്കേണ്ടത് നറുക്കെടുപ്പ. ഒരാൾ പറയുന്നത് എന്റെ മാത്രം ബാപ്പയൊന്നും അല്ലല്ലോ, എന്റെ മാത്രം ഉമ്മയൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇല്ലേ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ കടമ. ഒരു 5-6 മാസം കൊണ്ടുപോയിട്ട് നോക്ക്, ഇത്ര കാലം ഞാൻ നോക്കിയില്ലേ? എന്താ പ്രശ്നം? ഉമ്മാനെ നോക്കണ മസലേന് കേട്ടോ. ഉമ്മാനെ നോക്കണ കാര്യത്തിലാ പ്രവാസികളെ, ഉമ്മാനെ നോക്കണ കാര്യത്തിൽ നമുക്ക് തീരുമാനമായിട്ടില്ല. ഉപ്പാനെ ആര് നോക്കണമെന്ന് തീരുമാനമായിട്ടില്ല. തർക്കിക്കാണ് നമ്മള് മക്കള്. എന്റെ മാത്രം ബാപ്പിയമ്മയൊന്നുമല്ലല്ലോ, എല്ലാവർക്കും ഇല്ലേ കടമ, അവനും നോക്കട്ടെ കുറച്ചു കാലം, എന്റെ പരിയിൽ തന്നെ എന്താ മാത്രം അങ്ങനെ നിർത്തുന്നത്? ആ തർക്കമെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉപ്പ, ആ വാക്കെങ്ങാനും കേൾക്കേണ്ടി വരുന്നവരും ഉമ്മ, പിന്നെ എന്തിനാ വീട്ടിൽ ജീവിക്കണം? ആ തർക്കം കേൾക്കേണ്ടി വരുന്നവരും ഉപ്പയുടെ ജീവിതം എന്തായിരിക്കും? ആ തർക്കം കേൾക്കേണ്ടി വരുന്നവരും ഉമ്മയുടെ മനസ്സെന്തായിരിക്കും? വാപ്പിയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മ വാപ്പാനോട് പറയും, വാപ്പമ്മാനോടും പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു ഭാരം അയക്കണല്ലേ, നമ്മളെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളൊരു ഭാരാണല്ലടി. ഭർത്താവ് ഭാര്യനോട് പറയും, ഭാര്യ പറയും ആന്നോ എനിക്കും പാന തോന്നുന്നത്, എന്തെന്നിപ്പോ നമ്മൾ ചെയ്യാ? മക്കള് വാപ്പാനി ഇമ്മാനിട്ട് തട്ടാണ്. ആ പരിയിൽ പോയിക്കും പത്തീസ് അവിടെ, പത്തീസ് എവിടെ, പത്തീസ് അവിടെ, നമ്മൾ തീരുമാനിക്കാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ തർക്കം? നോക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലടോ അത്. എന്തിനാ മറ്റുള്ളവർ നോക്കണുണ്ടോ നോക്കണ്? അവന്റെയും ബാപ്പല്ലേ അവന്റെയും ഉമ്മല്ലേ അവനാ ചിന്തിക്കേണ്ടത്. നീ എന്തിനാ ആര് നോക്കുന്നു? നീ ചിന്തിക്ക്, എനിക്കെന്റെ ബാപ്പാനെ നോക്കാൻ അവസരമുണ്ടോ? എനിക്കെന്റെ ഉമ്മാനെ നോക്കാൻ അവസരമുണ്ടോ? എന്റെ റബ്ബ് എനിക്ക് തരുന്ന ഗിഫ്റ്റാണത് എന്നോർക്ക്. ആരെങ്കിലും വരുമ്പോ ഇനി ഞാൻ കുറച്ച് നോക്കിക്കോളാന്ന് പറയുമ്പോൾ വിഷമത്തോടെ വിട്ടുകൊടുക്കാൻ കഴിയണം നമുക്ക്. ഓൻ്റെയും ബാപ്പന്നല്ലേ, ഓൻ്റെ ഇമ്മന്നല്ലേ, ഓൻ ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ പറഞ്ഞയക്കാതിരിക്കുക എന്നോർത്ത് നിങ്ങൾക്ക് വിടാൻ കഴിയണം. അതല്ല എപ്പോഴാവൻ വരിക എപ്പോഴാ വരാത്തത് എന്നാലോചിച്ച് നിൽക്കണോ? നമുക്കും വരുന്നുണ്ട് പിന്നിൽ മക്കളിട്ടോ, നമുക്കും ഉണ്ട് വളർന്നു വരുന്നു ആ മക്കളും പെൺമക്കളും. നമുക്കും പ്രായമാവും, നമുക്കും പ്രായമാകും, നമ്മളെ മക്കളും തർക്കിക്കും. ഇതിന് വലിയൊരു പ്രശ്നം ഇതാണ്, ഇതിൻ്റെ ഒരു വലിയ വിഷയതാണ്. ഇത് വരമ്പത്തുനിന്ന് കൂലി കിട്ടുന്ന ഒരു പാപാണ്. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചവർക്ക് പരലോകത്തുള്ള ശിക്ഷ അതികഠിനമാണ്. പക്ഷെ അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ദുന്യാവുന്നതിന്റെ ടെസ്റ്റ് ഡോസുകൾ കൊടുത്ത് അനുഭവിപ്പിച്ചിട്ടേ ഇവിടുന്നാണ്ട് ജീവൻ പോക്കൂ.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഇവിടുന്ന് തന്നെ കൊടുക്കും, ഇവിടുന്ന് തന്നെ കൊടുക്കും. ആരുടെയെങ്കിലും ഭാഗത്ത് അപാകത പറ്റിയോ? ഫാമിലി കോൺഫറൻസിലുള്ള ആളുകളെ, ഇന്ന് വരെ ഒരിക്കലെങ്കിലും നമ്മുടെ മോശമായ പെരുമാറ്റം കൊണ്ട് പൊന്നുപ്പ കരയേണ്ടി വന്നോ? പൊന്നുമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? തൗബ ചെയ്ത് ഈ സദസ്സിൽ നിന്ന് മടങ്ങണേ. ആ കണ്ണുനീര് തീയാണത്, ആളിപ്പടരും. അത് തീ കെടുത്തുന്ന കണ്ണുനീരല്ല, തീ ആളിക്കത്തിക്കുന്ന കണ്ണുനീരാണ്. ജഹന്നമാണ് ആ കണ്ണുനീർ. ജഹന്നമിലേക്ക് നമ്മളെ അത് എറിയുകയുള്ളൂ. പ്രായം വന്നു നോക്കുമ്പോ പനി മനി നമുക്ക് വേണ്ട, അവഗണന, പരിഗണനയാ വേണ്ടത്. നിങ്ങളുടെ റിയാലൊന്നും വേണ്ട, നിങ്ങളുടെ ഡോളറുകൾ വേണ്ട. പാപ്പാ ഉമ്മ എന്ന് ഫോൺ എടുക്കുമ്പോ ഒന്ന് സംസാരിക്ക്. 1 മിനിറ്റ് ഒന്ന് ഉമ്മയോടൊന്ന് സംസാരിക്ക്. നിങ്ങളാപ്പ ഫോൺ എടുത്ത്? ഞാൻ വിചാരിച്ചു ഓളെ ഇരിക്കുന്നു. ഇത് പറയുന്ന പ്രവാസികളില്ലേ? നമ്മൾ വലിയ മോഹത്തോടെ വിളിച്ച് ഫോൺ എടുക്കുക, ഭാര്യയെന്ന് വിചാരിച്ച് വിളിച്ചതാ, വിളിച്ചെടുത്തപ്പം ഉമ്മയായി പോയി. അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന, അതിന്റെ പേരിൽ കോപിക്കുന്ന ആളുകളില്ലേ പ്രിയമുള്ളവരെ? എന്താണ് നമ്മുടെ മനസ്സ്? നമ്മൾ മാതാപിതാക്കളോട് നമ്മൾ കടമ നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് കൂടി ബോധ്യമാകണം. അതിന് സ്നേഹം പറഞ്ഞാ പോരാ, പ്രകടിപ്പിക്കണം, ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം, തട്ടിക്കളിക്കരുത്. അതേപോലെ തന്നെ ഉമ്മാരിയും ഭാര്യന്റെ ഇടയിൽ കിടന്നുങ്ങാണ്ട് പ്രവാസി ഭർത്താക്കന്മാര് ഇടങ്ങേറാക്കുന്ന ആൾക്കാരുണ്ട്. ഉമ്മ ഒരു ഭാഗത്ത് മകനെ വിളിച്ചിട്ട് ഓരോന്ന് പറയാ, ഭാര്യ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാ. ഉമ്മ ഒരു ഭാഗത്ത്, ഭാര്യ ഒരു ഭാഗത്ത്, രണ്ടാളെയും വിടാൻ വയ്യാത്ത ഒരു പ്രവാസി, ഒരു ഭർത്താവ്, രണ്ടിന്റെയും നടുക്ക് കടന്ന് നിരകിക്കുന്നു. ആരാ കാരണം? ആ ഉമ്മ, ഈ ഭാര്യ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമോ? എന്താ പ്രശ്നം? അപ്പൊ സമാധാനക്കേടുകളൊക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നു. എന്നിട്ട് പറയാണ് എനിക്ക് ടെൻഷനാണ്, പ്രഷറാണ്, ഷുഗറാണ്, അറ്റാക്ക് വന്നിരിക്കുന്നു, സമാധാനം കിട്ടും. എന്ത് രോഗാണെങ്കിലും സമാധാനം കിട്ടും. നമ്മൾ പറയുന്നത് അതുകൊണ്ടൊക്കെ വരുന്ന രോഗങ്ങളാണ്. രോഗങ്ങളൊക്കെ പല പരീക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നപ്പോ കാരുണ്യവാനായ റബ്ബ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന നിരീശ്വര നിർമ്മതവാദികളുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമാണെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. വലനബലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്ന പറഞ്ഞത്. അതിലടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസൽമാന് ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിലവൻ പതറിപ്പോകുന്ന ഈമാനൊന്നുമല്ല. ജീവിതത്തിന്റെ നിർവചനം നമുക്ക് തെറ്റിപ്പോയി. ജീവിതമെന്നാൽ സുഖം മാത്രമാണെന്നാ നമ്മൾ നൽകിയ ഡെഫിനിഷൻ. അവിടെയാണ് തകരാറ് സംഭവിച്ചത്. രാവ് വരുന്നു, പകൽ വരുന്നു, പകൽ വരുന്നു, രാവ് വരുന്നു, ഇങ്ങനെയാ ജീവിതം. അതുകൊണ്ട് സംതൃപ്തമായ ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസവിശുദ്ധിയിലൂടെ, കർമ്മവിശുദ്ധിയിലൂടെ, സ്വഭാവ വിശുദ്ധിയിലൂടെ, സാമ്പത്തിക വിശുദ്ധിയിലൂടെ. ഹറാമായ ഒരു പണവും വരാതെ നോക്കുക. കമ്മീഷൻ കൂട്ടി എഴുതണ്ട, വില കൂട്ടി എഴുതണ്ട. കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കൊക്കെയുള്ള പതിവാണ്. മുതലാളി അറിയാതെ, അതല്ലെങ്കിൽ കാശ് തരുന്നയാൾ അറിയാതെ അവരുമായി ചില ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ചില വസ്തുക്കളുടെ വില കൂട്ടി എഴുതിയിട്ട് അധികം കാശ് വാങ്ങും. അങ്ങനെ എത്രയെത്ര കമ്മീഷൻ തട്ടിയെടുക്കുന്ന ആളുകൾ. പ്രവാസ ലോകത്ത് നടക്കുന്ന 100 കൂട്ടം ചതിക്കുഴികൾ, 100 കൂട്ടം പലിശ ഇടപാടുകൾ, ബാങ്കിന് വേണ്ടി ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കുന്നവർ, ക്രെഡിറ്റ് കാർഡുകൾ വലിയ ക്രെഡിറ്റായി പേഴ്സുകളിൽ അട്ടിക്കട്ടിയായി ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ബാങ്കുകളുടെ തിരികെ വെക്കുന്നവർ, അതിലൂടെയുള്ള കടക്കണിയിൽ അകപ്പെട്ട് ജീവിതമാസകലം ആ ക്രെഡിറ്റ് കാർഡിന്റെ ചതിക്കുഴിയിൽ പെട്ടുകൊണ്ട് കടക്കണിയിൽ നിന്ന് തലയുയർത്താനാകാതെ ഒരുപാട് കള്ളം പറയേണ്ടി വരുന്ന ദുരന്തത്തിൽ പെട്ടുപോയ പ്രവാസികൾ. 1000 വട്ടം ആലോചിക്കുക. ഓരോ ഇടപാടുകളും എനിക്ക് ഹലാലാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, തുടങ്ങുമ്പോൾ ഒരു പ്രയാസമുള്ളൂ. പക്ഷേ ആ തുടങ്ങുമ്പോഴുള്ള പ്രയാസത്തെ കണ്ണിൽ കണ്ടുകൊണ്ട്, വരാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്തുകൊണ്ട് അപ്പോഴത്തെ ഒരു തൽക്കാല പ്രയാസത്തെ അവഗണിക്കും. നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇല്ലെങ്കിൽ രക്ഷപ്പെടാനാവില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് റഹ്മാനായ റബ്ബായിരിക്കണം മുകളിൽ, ആ റബ്ബയച്ച റസൂലായിരിക്കണം മുകളിൽ. ആ തീരുമാനത്തിനോട് യോജിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുക. അതിന് വിരുദ്ധമായൊരു ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നിന്നും വെട്ടിക്കളയുക. അവിടെ മാത്രമേ നമുക്ക് സംതൃപ്ത കുടുംബം ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒപ്പിച്ചിങ്ങളിങ്ങനെ ദീന് മാറ്റേണ്ടി വരും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോടുള്ള പ്രഖ്യാപനത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ നമ്മളൊക്കെ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ഉപദേശിക്കുക. ഉപദേശിച്ചുകൊണ്ട് എല്ലാവരും നന്നാവൊന്നുമില്ല, നമ്മുടെ മക്കൾ തന്നെ നന്നായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുക. ആരും നന്നാക്കാൻ പറ്റൂല. പക്ഷേ ഞാൻ സത്യമെത്തിച്ചോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വരും. ആ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ മാർഗങ്ങളിൽ ഏർപ്പെടുക. മക്കളുടെ കാര്യത്തിൽ, യുവാക്കളുടെ കാര്യത്തിൽ, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, നൂറുകൂട്ടം കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളിൽ നമുക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളുമായി കൊണ്ട് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ ഘടകങ്ങളും രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തറിയുക, സഹകരിക്കുക, മനസ്സിലാക്കുക, ശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, മുത്തു മുസ്തഫയെ പരിചയപ്പെടുക, സച്ചരിതരായ സഹാബത്തിൻ്റെ ചരിത്രത്തെ ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കുക. റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകൾ പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയ ആളുകൾ ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ളവരുണ്ടാകും, ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവരുണ്ടാകും. എത്ര തന്നെ പ്രയാസങ്ങളുള്ളവർ ഈ വേദിയിലുണ്ടെങ്കിലും റഹ്മാനായ റബ്ബേ, ഈ ഇൽമിൻ്റെ മജ്ലിസിൽ അവർ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് കബൂൽ ചെയ്യുമെന്നും ഉത്തരം കിട്ടുമെന്നും പറഞ്ഞിട്ടുള്ള വേദിയാണല്ലോ ഇത്. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബേ നീ സാധൂകരിച്ചു കൊടുക്കണമേ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണമേ റബ്ബേ. എല്ലാ അർത്ഥത്തിലും നിന്റെ കാവലുണ്ടാകണേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുകയും നാളെ പരലോകത്ത് ഒന്നിച്ച്, കുടുംബത്തോടൊന്നിച്ച് സ്വർഗത്തിലെത്തി ഉല്ലസിക്കുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരികയും ചെയ്യണമേ. പാകതകൾ എന്തുണ്ടെങ്കിലും പുറത്തു തരണേ റഹ്മാനായ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.